കോഴിക്കോട്ടെ UDF മേയർ സ്ഥാനാർത്ഥിയും സംവിധായകനുമായ VM വിനുവിന്റെ പേര് വോട്ട് പട്ടികയിലില്ല. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും വിനുവിന്റെ പേര് പട്ടികയിലില്ല. പക്ഷേ 2020 വോട്ട് ചെയ്തു എന്ന വാദം ഇന്നും വിനു ആവർത്തിച്ചു. ഞാൻ വോട്ട് ചെയ്തതാണ്. എൻ്റെ കൗൺസിലർ മത്സരിച്ചിരുന്നത് രാജേഷാണ്. രാജേഷിന് വേണ്ടിയിട്ട് ഞാൻ വോട്ട് ചെയ്തതാണ്. ഞാനും എൻ്റെ വൈഫും വോട്ട് ചെയ്തതാണ്. ആ സ്ഥലത്ത് 18-20 കൊല്ലം താമസിക്കുന്ന സ്ഥലത്ത് ഞാനില്ല, ചുറ്റുപാടുള്ളവർ പേരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ്. അപ്പം എൻ്റെ വീടും ഞാനെല്ലാം ഭൂമിയുടെ അടിയിലേക്ക് താണുപോയത്. വോട്ടില്ലാത്ത സ്ഥാനാർത്ഥിയെ വെച്ചാണ് കോൺഗ്രസ് കോർപ്പറേഷൻ പിടിക്കാൻ പോകുന്നതെന്ന് CPIM പരിഹസിച്ചു. ഇതൊരു പാഠമാണെന്നും നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ്. അതേസമയം കോഴിക്കോട് നോർത്ത് ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിന്ദു കമ്മനക്കണ്ടിക്കും വോട്ടില്ല എന്ന വിവരം ഇന്ന് പുറത്തുവന്നു. തിരുവനന്തപുരം മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണയെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ നടപടിയിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആ കേസ് ഇപ്പോൾ ഹിയറിംഗ് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരം കേസുകളിൽ ജനാധിപത്യമാണ് വിജയിക്കേണ്ടത് എന്നും സാങ്കേതികതയും പാർട്ടി രാഷ്ട്രീയവുമല്ല എന്നും കോടതി നിരീക്ഷിച്ചു. പൗരന്മാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്ന സാഹചര്യം ഗൗരവമുള്ളതാണ്. വോട്ടർ പട്ടികയിൽ പേര് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ശരിക്കും ആർക്കാണ്? പലവിധ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഹോട്ട് ആൻഡ് ടോക്ക് ചോദിക്കുന്നു, പേര് വെട്ടുന്നതാര്? DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, കോൺഗ്രസ് നേതാവ് സേനാപതി വേണു എന്നിവരാണ് ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം വസീഫിലേക്ക്. വസീഫ്, ഇവിടെ കോൺഗ്രസിനെ പരിഹസിക്കുകയാണ് നിങ്ങൾ കോഴിക്കോട് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ പരിഹസിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്. ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് വോട്ടർമാരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഇല്ലാതാകുന്നത് എന്ന ഏറ്റവും ചോദിക്കേണ്ട ചോദ്യമല്ലേ രാഷ്ട്രീയ പാർട്ടികൾ ചോദിക്കേണ്ടത്? ഇപ്പോൾ ഒരു മേയർ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് VM വിനുവിന്റെ പേരുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചർച്ചയാകുന്നത്. ഒരു സാധാരണ പൗരന്റെ പേരായിരുന്നെങ്കിലോ ഈ രീതിയിൽ വെട്ടിമാറ്റപ്പെടുന്നത്? അപ്പോൾ ഇവിടെ പരിഹാസമല്ലല്ലോ ഒന്നിനും പരിഹാരമായിട്ടുള്ളത്. ലക്ഷ്മി പത്മ, ഞങ്ങൾ നിങ്ങളുടെയൊക്കെ ഒരു നിർദ്ദേശം, നിങ്ങളുടെയല്ല, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു നിർദ്ദേശം സത്യത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുക. കാരണം കോൺഗ്രസ്സിന് ഇതിനൊന്നും പറ്റുന്ന സംഘടനാ സംവിധാനം ഇല്ല കേരളത്തിൽ. എന്തിനു പറ്റുന്ന? അവർ സ്ഥാനാർത്ഥികളാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വോട്ടുണ്ടോ ഇല്ലയോ, അവരുടെ രേഖകൾ കറക്റ്റാണോ ഒന്നും നോക്കാൻ പറ്റുന്ന സംഘടനാ സംവിധാനം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിനോട് ഇനി പറയുക, നിങ്ങൾ സ്ഥാനാർത്ഥികളാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ കാൻഡിഡേറ്റ് ലിസ്റ്റ് ഒന്ന് തന്നാൽ ഞങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചിട്ട് ഇതൊക്കെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ആ സമയത്ത് സമയബന്ധിതമായി ഉറപ്പുവരുത്താൻ ആവശ്യമായ ഒരു ഇടപെടൽ നടത്തിക്കോളാം. എന്നാലെങ്കിലും ഞങ്ങൾക്കെതിരെയുള്ളൊരു ആക്ഷേപം കുറയല്ലോ. ഈ കോളേജ് തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, കേരളത്തിലെ കോളേജുകളിൽ എതിരില്ലാതെ SFI വിജയിക്കുമ്പോൾ അന്നത്തെ KSUക്കാരൊക്കെ ഞങ്ങളൊക്കെ SFI ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കും, ഞങ്ങൾക്ക് മത്സരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് മത്സരിക്കാൻ കാൻഡിഡേറ്റ് ഇല്ല എന്നൊക്കെ പറയും. അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, എതിരില്ലാതെ ഞങ്ങൾ ജയിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ ഏതെങ്കിലും SFIക്കാരെ KSUക്കാർക്ക് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നിർത്തിത്തരണോ എന്നൊക്കെ തമാശയിൽ ചോദിക്കാറുണ്ട്. അതുപോലെ കേരളത്തിലെ കോൺഗ്രസിനോട് നിങ്ങളുടെ ദുർബലമായ സംഘടനാ സംവിധാനത്തെ ഞങ്ങൾ ശക്തിപ്പെടുത്തി തരണോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഒരാളെ സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തെ, അദ്ദേഹം ഈ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിലൊന്നും ഉള്ള ആളല്ല, അദ്ദേഹത്തിനെ അതിൽ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല. എന്നാൽ അദ്ദേഹത്തെ കുപ്പായം ഇടിപ്പിച്ച് കൊണ്ടുവന്ന് മുഖ്യധാരയിലേക്ക് ഇറക്കി റോഡ് ഷോ നടത്തി വലിയ വീരവാദം ഇറക്കുന്നവർക്ക് ഒരു 5 മിനിറ്റ് പോരായിരുന്നു? ഒരു 5 മിനിറ്റ്. ഇനി ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന സമയത്തും സമയമുണ്ടായിരുന്നു. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പും ഇവർ വീണ്ടും അനുവാദം കൊടുത്തു. കേരളത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വീണ്ടും വോട്ട് ചേർക്കാൻ എത്ര തവണ അവസരം കൊടുത്തു? ഇവരിങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ അത് ചെയ്യണ്ടേ? ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സംസാരം കേട്ടാൽ, UDFൻ്റെ ഒക്കെ ഒരു വല്ലാത്ത ആക്ഷേപം കേട്ടാൽ ഞങ്ങൾ എന്തോ തെറ്റ് ചെയ്തു, ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടാണോ ഇദ്ദേഹത്തെ പുറത്താക്കിയത്? അല്ലല്ലോ. ഞങ്ങൾ എവിടെയും ചലഞ്ച് ചെയ്തിട്ടില്ല VM വിനുവിൻ്റെ കാര്യത്തിൽ. ഞങ്ങൾ സേനാപതി വേണു, ഇവിടെ CPM പരാതി കൊടുത്തിട്ടില്ല. കോഴിക്കോടാണെങ്കിൽ പരാതി കൊടുത്തിട്ടില്ല. പക്ഷേ മുട്ടടയിൽ പരാതി കൊടുത്ത കാര്യം നമുക്ക് മുന്നിലുണ്ട്. കോഴിക്കോടാണെങ്കിൽ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. അവിടെ
കോൺഗ്രസിന് നോട്ടക്കുറവുണ്ടായി, ജാഗ്രത കുറവുണ്ടായി എന്നുള്ള ആക്ഷേപമാണ് പൊതുവെ ഉയരുന്നത്. ഒരു സ്ഥാനാർത്ഥി ആയിട്ട് നിശ്ചയിച്ച് കൊണ്ടുവരുമ്പോൾ, അതും മേയർ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായ ഒരാളെ, ഒരു ചലച്ചിത്ര മേഖലയിൽ തന്നെ പ്രമുഖനായ ഒരാളെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്രാഥമികമായി പാർട്ടി ചെയ്യേണ്ടുന്ന കാര്യം അവിടെ ചെയ്തില്ല എന്ന വിമർശനമാണ് ഉയരുന്നത്. അതിനെയാണ് CPM അവിടെ പരിഹസിക്കുന്നത്. അല്ല, ഞാൻ വസീഫിന്റെ പരിഹാസം ഞാനത് കേട്ടു. വസീഫ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ആളാണ്, വസീഫിനും അറിയാം. ഞാൻ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ വസീഫിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. വസീഫെ, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത ഒരു ഇന്ത്യൻ പൗരൻ, കേരളത്തിലുള്ള ഒരാൾ, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. അദ്ദേഹം കേരളത്തിൽ ജീവിക്കുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഏതെങ്കിലും ഒരു വാർഡിൽ ജീവിക്കുന്നു. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി അല്ല, അതുകൊണ്ട് വോട്ടർ പട്ടികയെ പരിശോധിച്ചില്ല, അതുകൊണ്ട് നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ വോട്ടർ പട്ടികയുടെ പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം എന്താണ്? എല്ലാ പൗരന്മാർക്കും വോട്ട്. പൗരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ജനാധിപത്യ 1950 പീപ്പിൾ റെപ്രസെന്റേഷൻ ആക്ടിന്റെ സെക്ഷൻ 23 പ്രകാരം എല്ലാ പൗരന്മാർക്കും, അതായത് ഒരു നാട്ടിലെ പൗരന്മാർക്ക്, ഇന്ത്യക്കാരനായിരിക്കണം, 18 വയസ്സെങ്കിൽ 18 അല്ലെങ്കിൽ 21, ആ വയസ്സ് പൂർത്തിയായിരിക്കണം, അവര് അവിടെ താമസക്കാർ, ഈ ക്രൈറ്റീരിയയിലുള്ള മുഴുവൻ ആളുകളുടെയും പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടാകണം. അത് ഇനി ഒരാൾ കോൺഗ്രസ് അല്ല, അല്ലെങ്കിൽ CPM അല്ല, അല്ലെ BJP അല്ല, രാഷ്ട്രീയ പാർട്ടിയിൽ ഇല്ല, അതുകൊണ്ട് നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ വരാൻ പാടില്ല, അല്ലെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളുടെ പേര് മാത്രമേ വോട്ടർ പട്ടികയിൽ വരാൻ പാടുള്ളൂ എന്നുള്ളതല്ലോ. മുഴുവൻ പൗരന്മാരുടെയും പേര് വോട്ടർ പട്ടികയിൽ വരുന്നു. ഇവിടെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചോദ്യം, ശ്രീ VM വിനു പറഞ്ഞിരിക്കുന്നത് 2020 അദ്ദേഹം വോട്ട് ചെയ്തോ ചെയ്തില്ലയോ അത് നമുക്ക് പിന്നീട് മാറ്റാം. ഏതായാലും VM വിനു 10-60 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹം ജീവിക്കുന്നത് കല്ലായിയോ അല്ലെങ്കിൽ ആ പ്രദേശത്തോ ജീവിക്കുന്ന ആളാണ്. അയാൾ മുമ്പ് വോട്ടർ പട്ടികയിൽ പേരുള്ളതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. ആ വോട്ടർ പട്ടികയിൽ ഞാൻ ഒരിക്കൽ എൻ്റെ പേര് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ ചേർത്താൽ ഞാൻ സ്ഥലം മാറി പോവുകയോ അല്ലെങ്കിൽ നാട് വിട്ടു പോവുകയോ ചെയ്യുന്നത് വരെ അത് തുടർന്ന് വരികയാണ്. അതെല്ലാ ഈ പ്രാവശ്യമുള്ളത് അടുത്ത പ്രാവശ്യത്തേക്ക് വരും. മരിച്ചുപോയവരെ ഒഴിവാക്കും. 18 വയസ്സ് പൂർത്തീകരിച്ചവരുടെ പുതിയതായിട്ട് വോട്ടർ പട്ടികയിൽ ചേരും. അപ്പോൾ VM ബിനുവിന്റെ പേരും ആ വോട്ടർ പട്ടികയിൽ ഉണ്ടാകണമല്ലോ. ഇനി 2020 VM ബിനു വോട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക. വോട്ട് ചെയ്തില്ല എന്നുള്ളത് ജനാധിപത്യത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് റിമൂവ് ചെയ്യാനുള്ള ഒരു കാരണമല്ല. ഇവിടെ വസീഫ് ഞങ്ങളെ വല്ലാതെ പരിഹസിക്കുമ്പോൾ, വസീഫെ, ഈ കാരണത്തിന് വേണ്ടിയാണ് ഇന്ത്യയിൽ ഉടനീളം നമ്മളെല്ലാവരും വോട്ട് ചോരിക്കെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തുന്നത്. ജനാധിപത്യത്തിൽ വോട്ടർ പട്ടിക സംശുദ്ധമായിരിക്കണം, വോട്ടർ പട്ടിക സുതാര്യമായിരിക്കണം. ആ സുതാര്യത എന്ന് പറഞ്ഞാൽ മുഴുവൻ പൗരന്മാരുടെയും പേര്, 18 വയസ്സ് പൂർത്തീകരിച്ചിട്ടുള്ള അവിടുത്തെ റെസിഡന്റ് ആയിട്ടുള്ള മുഴുവൻ പൗരന്മാരുടെയും പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടാകണം. അത് വോട്ടർ പട്ടികയിൽ നിന്നും മാറുന്നു അല്ലെങ്കിൽ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ അട്ടിമറിയാണ്. ഇവിടെ അത് അതിനകത്ത് ഒരു കൊടിയുടെ നിറമില്ല, രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഒന്നും പ്രസക്തമല്ല. ഏതൊരു ഇന്ത്യൻ പൗരന്റെയും പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് അവിടെ നിന്നും ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം ഇരുട്ടി വെളുക്കുമ്പോൾ മാറുന്നുണ്ട് എങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. അതിനെക്കുറിച്ചാണല്ലോ രാജ്യത്ത് മുഴുവൻ നടന്ന് രാഹുൽ ഗാന്ധി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതെല്ലാം കുറ്റമറ്റതാണ് എന്ന് കോൺഗ്രസ് അങ്ങ് കരുതിയോ? കേരളത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതൊരു പരിശോധനയ്ക്ക് വിധേയമാക്കാത്തത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എനിക്ക് അതിനകത്ത് ഒരു പരിഹാസവുമില്ല. എൻ്റെ ചോദ്യം അതാണ്, എന്തുകൊണ്ട് നിങ്ങൾ ആ ജാഗ്രത കാണിച്ചില്ല? ഞാൻ രണ്ട് കാര്യം പറഞ്ഞോട്ടെ ലക്ഷ്മി പ്രിയ. ഒന്ന്, കഴിഞ്ഞ 25-ാം തീയതി അന്തിമ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയും അല്ലെങ്കിൽ എന്താ പറഞ്ഞ അവിടെ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ എൻ്റെ വാർഡിൽ തന്നെ ഞാൻ 48 ആളുകളെ പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ നേരിട്ട് ചേർത്ത ഒരാൾ എന്ന നിലയിൽ ഞാൻ പറയുന്നു. ഞങ്ങൾ ഈ അന്തിമ വോട്ടർ പട്ടിക പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ പറയുന്നു വന്നിട്ടില്ല, ഇന്ന് കിട്ടും, നാളെ കിട്ടും എന്നുള്ളതാണ്. വോട്ടർ പട്ടിക ഞങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ അടുത്ത ദിവസമാണ് പിന്നെ പറയുന്നത് 4-ാം തീയതിയും 5-ാം തീയതിയും വീണ്ടും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ളത്. ഇപ്പൊ ഇന്നാണ് ലക്ഷ്മി പ്രിയ അന്തിമമായിട്ട് വോട്ടർ പട്ടിക ഇന്ന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ, അതായത് ഇപ്പൊ മുട്ടടയിലെ വൈഷ്ണവയുടെ കാര്യത്തിൽ നേരത്തെ ആണെങ്കിൽ അത് സംഭവിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് എത്രയോ മുമ്പ് തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ കണ്ടെത്തി ആ സ്ഥാനാർത്ഥിയുടെ പേര് അപ്പോഴത്തെ പട്ടികയിൽ ഉണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം 25-ാം തീയതി പ്രസിദ്ധീകരിക്കുന്ന പട്ടിക ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് പിന്നെ 6-7 ദിവസം കഴിഞ്ഞാണ്. ആ പട്ടിക പരിശോധിക്കുമ്പോഴാണ് വൈഷ്ണവയുടെ പേര് അതിനില്ല എന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാ ഇല്ലാത്തത്? ബ്രാഞ്ച് സെക്രട്ടറി പരാതി കൊടുക്കുന്നു. കാരണം ഇവരുടെ വീട്ടു നമ്പറിലെ ഒരു നമ്പർ 826 എന്നുള്ളത് 816
തകരാറായിട്ട് മാറിക്കിടക്കുന്നു, അത് ഇവരുടേതല്ല എന്ന്. ഇനി പരാതി കൊടുത്ത ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടിൽ 22 ആളുകളെ വോട്ടർ പട്ടികയിൽ ഒരു വീട്ടിൽ ചേർത്തിരിക്കുന്നു. കൂട്ടുകുടുംബമൊന്നുമല്ലോ, കൂട്ടുകുടുംബത്തിൽ 22 ആളുകൾ വരട്ടെ. ഇത് ആ നമ്പറിൽ 22 ആളുകളെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പേരിൽ ചേർത്തിരിക്കുന്നു. ഇവിടെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്നതിന് വളരെ ബോധപൂർവമായ ഒരു ശ്രമം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലക്ഷ്മിപ്രിയ നടന്നിരിക്കുന്നു. വാർഡ് വിഭജനം ഇത്രയും അശാസ്ത്രീയമായി ഇപ്പോഴും ഞാൻ ഇടുക്കിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. രാജകുമാരി പഞ്ചായത്തിലെ ഒരു വാർഡിലെ 86 വോട്ട് വേറൊരു വാർഡിൽ കിടക്കുന്നു. ഞങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്ത ഞങ്ങളുടെ ഹർജി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പരിഗണിക്കാൻ പറഞ്ഞു. മിനിഞ്ഞാൻ തന്നെ ഉത്തരവ് വന്നിരിക്കുന്നു. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ വലിയ പ്രിപ്പറേഷൻ വോട്ടർ പട്ടികയുമായിട്ട് നടത്തി. പക്ഷേ CPM-ന്റെ സർവീസ് സംഘടനകളുടെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് വോട്ടർ പട്ടിക അട്ടിമറിക്കാനും വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? വിനുവിന്റെ കാര്യത്തിൽ ആ പരിശോധന നടക്കാതെ പോയത് എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ അതിൻ്റെ അകത്തൊരു കാര്യം പറയാം. ഇപ്പോഴും വിനു പറയുന്നത് ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ആളാണ് എന്നാണല്ലോ അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ആ കാര്യം വിശ്വസിച്ച് അങ്ങ് മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നെ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയാണ്. അപ്പോ ഞാൻ അവിടെ എന്റെ പേര് വോട്ടർ പട്ടികയിലുണ്ടെന്ന്, ഞാൻ വോട്ടറാണെന്നുള്ളൂ എൻഷുർ ചെയ്യുന്നു. അപ്പൊ വിനു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് വോട്ടർ പട്ടികയിലുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് അദ്ദേഹം ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേരുൾപ്പെടെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഒരു അവിശ്വാസത്തിന്റെ ഒരു ഭാഗം വരുന്നില്ലല്ലോ. അപ്പോ വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. ഇനി വ്യക്തമാണ് താങ്കളുടെ വാദം. ഇതാണ് വസീഫ്. വിനു പറയുന്നു, ഞാൻ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തു എന്ന് പറയുന്നു. വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ അടക്കം പേര് പറയുകയാണ് ഇവരോട്. അപ്പോൾ പിന്നെ ആ ഒരു ക്രോസ് ചെക്കിങ്ങിലേക്ക് അവർ കടന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഉയരുന്ന വാദം. അതാണ്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ്സുകാരോട് നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, ഞാനാണോ നിരപരാധി നിങ്ങളാണോ നിരപരാധി എന്ന്. ഇപ്പം ഞങ്ങളാണോ ഇതിൽ പ്രശ്നക്കാർ? എന്തൊരു കഷ്ടമാണ്. താങ്കൾ പരിഹസിച്ചോളൂ. അപ്പോഴും ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ എങ്ങനെയാണ് ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്നത്? വസീഫ്, ഞാൻ പറഞ്ഞോട്ടെ, അതാണ് പ്രശ്നം. അതെ ഞാൻ പറയാം. ഇദ്ദേഹത്തിന് ലോകസഭയിലും നിയമസഭയിലും വോട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന കണക്ക്. ഇത് രണ്ട് രീതിയിലാണ് തയ്യാറാക്കുന്നത്. 2 കമ്മീഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇതൊക്കെ അറിയുന്നവരല്ലേ ഇവർ കോൺഗ്രസ്സുകാർ? ഈ സേനാപതിയൊക്കെ കരുതുന്നത് ചിലപ്പോൾ കോഴിക്കോട്ടെ DCC നേതൃത്വത്തിൻ്റെയൊക്കെ പത്രസമ്മേളനമൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ വളരെ സൂക്ഷ്മമായി ഈ പ്രവർത്തനത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവരാകും. നല്ല സ്വാധീനം ഇവരൊക്കെ ഉണ്ട്. കാരണം മാധ്യമങ്ങളിൽ വന്നൊക്കെ വലിയ തള്ള, ഞങ്ങളിത് അട്ടിമറിക്കുന്നു, ഞങ്ങളിത് സംഭവമാക്കും എന്നൊക്കെ പറഞ്ഞ് വരുന്നതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഒരു ആവേശമൊക്കെ ഉണ്ടാവും. ചാനൽ റൂമിൽ മാത്രം. ഇവരില്ല എവിടെയും ഒരു സംഘടനാ പ്രവർത്തനമോ ഇവർക്ക് അങ്ങനെ ഗ്രൗണ്ട് ലെവലിൽ ഒരു പരിശോധനയോ ഒന്നും ഇവർ നടത്തിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളിനിപ്പോൾ ആ ഉത്തരവാദിത്വം കൂടി എടുക്കാം. ഞങ്ങൾക്ക് അതിൽ വേറെ പ്രയാസമൊന്നുമില്ല. കോൺഗ്രസ്സുകാരുടെയൊക്കെ വോട്ട് അതിലുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്താനൊരു ആവശ്യം, ഒരു ഡ്രൈവ് ഞങ്ങൾ വേണേൽ നടത്താം. ഇപ്പോൾ SIR-ൻ്റെ ഭാഗമായി ഞങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട്. വീടാന്തരം കയറി ഇറങ്ങാൻ ഞങ്ങൾ ഫോം പൂരിപ്പിച്ച് കൊടുക്കാത്തവരെ അല്ലെങ്കിൽ ഫോം പൂരിപ്പിക്കാൻ പ്രയാസമുള്ളവരെയൊക്കെ സഹായിക്കുന്ന പണി ഞങ്ങൾ എടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങൾ ഇനി കോൺഗ്രസ്സുകാരെ കൂടി ഞങ്ങൾ ഈ ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുക്കണമെന്നും ഒക്കെ ചെയ്തു കൊടുക്കാം. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണെന്നറിയോ ലക്ഷ്മി? ഇവരിപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇവർ ചിലപ്പോൾ ഇവിടെ നിന്ന് താമസം ഇല്ലെങ്കിൽ അപ്പുറത്ത് പോകും. അവിടെയാണോ ഇവിടെയാണോ താമസം എന്നൊന്നും ഞങ്ങൾ CPM-മാർക്ക് ചിലപ്പോൾ കോൺഗ്രസ് ആണല്ലോ, ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഇവരൊരു വിവരം തന്നിരുന്നെങ്കിൽ ഇവിടെ താമസമുണ്ട്, ഞങ്ങൾ ആ ലിസ്റ്റൊക്കെ ഒന്ന് പരിശോധിച്ച് ഞങ്ങൾ അവരെ അവിടെ തന്നെ വോട്ട് ചേർക്കാൻ വേണ്ടി അവർ കൊടുത്തില്ലെങ്കിലും ഞങ്ങളൊരു അപേക്ഷ കൊടുത്ത് അവരെ ഇതിൽ ഉൾപ്പെടുത്താനൊക്കെയുള്ള ശ്രമം നടത്താമായിരുന്നു. പക്ഷേ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി എന്നാൽ പിന്നെ CPM അവിടെ പണിയെടുത്തത് എന്തിനാണ്? മുട്ടടയിൽ. അതുകൊണ്ടാ ഞാൻ പറയാം ഞങ്ങൾ മുട്ടടയിൽ എന്നല്ല, കേരളത്തിൽ ഞങ്ങളുടെ സംഘടനാ സ്വാധീനമുള്ള എല്ലായിടത്തും ഞങ്ങൾ സ്ഥിരമായി സംഘടനാ പ്രവർത്തനം നടത്തുന്നതാണ്. അപ്പോൾ ആ പ്രദേശത്ത്, ഇപ്പോൾ എൻ്റെ പ്രദേശത്ത് സ്ഥിരതാമസക്കാരായ ആളുകൾ ആരൊക്കെ, അതല്ലാത്തവരാരൊക്കെ, ഞങ്ങൾക്ക് സംശയമുള്ളതും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അപേക്ഷ കൊടുക്കും. ഞങ്ങൾക്കറിയില്ല, അവിടുത്തെ പാവം ധനേശന് അറിയില്ല ഇവർ സ്ഥാനാർത്ഥിയാകുമെന്ന് അറിഞ്ഞിരുന്നോ? അതൊന്നും അറിഞ്ഞിട്ടല്ല.
ഇപ്പോൾ തൃശ്ശൂരിൽ നമ്മൾ കണ്ടില്ലേ, സുരേഷ് ഗോപി കൊണ്ടുവന്നിട്ട് വോട്ട് ചേർക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപം പറഞ്ഞു. ഞങ്ങളിലെ പലർക്കും ചില പോരായ്മകളൊക്കെ ഞങ്ങളുടെ സംഘടനാ പരമായിട്ടൊക്കെ ചില സ്ഥലങ്ങളിൽ അത് പരിശോധിക്കുന്നതിലൊക്കെ അന്ന് പറ്റി. ഞങ്ങൾ കുറച്ചുകൂടി ജാഗ്രതയോടെ ഇടപെട്ടു. ഇങ്ങനെ ഏതെങ്കിലും ഒരു വീട്ടിൽ വ്യാജ നമ്പറിൽ ഒക്കെ സ്ഥിരതാമസമില്ലാത്ത ആളുകളെയൊക്കെ കുത്തി നിറച്ച് ഏതെങ്കിലും ഒരു വാർഡ് പിടിക്കാൻ ഒക്കെ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ ഇടപെടും. ഇപ്പോൾ കൊടുവള്ളി, ഞങ്ങളുടെ കോഴിക്കോട് ജില്ലയിലുള്ള മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് കൊടുവള്ളി. അവിടെ മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ വലിയ അഭിപ്രായമുണ്ടായി. PTA റഹീം ഉൾപ്പെടെ അവിടെ നിന്ന് ജയിച്ചു വന്നു. അതിനുശേഷം കാരാട്ട് റസാക്ക് ജയിച്ചു. ഞങ്ങൾ തന്നെ ഈ മുസ്ലിം ലീഗിൽ നിന്ന് വന്ന് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന, ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നിരവധി പേരുള്ളൊരു പ്രദേശമാണ് കൊടുവള്ളി. ആ കൊടുവള്ളിയിൽ ഇങ്ങനെ സംഭവം ഉണ്ടായി. ഇവരെന്ത് ചെയ്യും? തൊട്ടപ്പുറത്തുള്ള വാർഡുകളിൽ ഇവർക്ക് കുറച്ച് ഭൂരിപക്ഷം അധികമുള്ള സ്ഥലമാണെങ്കിൽ അവിടുന്ന് കൂട്ടത്തോടെ ആളുകൾ ഇപ്പുറത്തെ വാർഡിൽ കൊണ്ടുവന്ന് ഏതെങ്കിലും മുസ്ലിം ലീഗുകാരൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ പാർട്ടി ഓഫീസിലോ അഡ്രസ്സ് ചേർത്ത് വോട്ട് ചേർക്കും. ഇങ്ങനെ നടക്കുക. അപ്പം ഞങ്ങളുടെ സംഘടനാ ഉത്തരവാദിത്തം എന്താ? ആ പ്രദേശത്ത് സ്ഥിരതാമസമല്ലാത്തവരെ ആ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ അപേക്ഷ കൊടുക്കുക. തീർത്തും ന്യായമാണ്. പിന്നെ അവരുടെ ഉത്തരവാദിത്തമാണ് എന്ത്? ഞാൻ ഇവിടെ തന്നെയാണ് സ്ഥിരതാമസം, എൻ്റെ കൃത്യമായ അഡ്രസ്സ് കൊടുക്കുക, ഞാൻ ഇന്ന വീട്ടിൽ ഇന്ന താമസിക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് പരിശോധിക്കും, ഹിയറിംഗ് വെക്കും. അങ്ങനെ കൃത്യമായി പരിശോധന നടത്തിയിട്ടാണ് ഇത് തള്ളുന്നത്. ഇനി അത് തള്ളിയാലും ആക്ഷേപം കൊടുക്കാൻ, അപ്പീൽ കൊടുക്കാനുള്ള അവസരം ഈ സംവിധാനത്തിലുണ്ട്. അങ്ങനെ പരിശോധിക്കണം. ഈ ബീഹാറിലും മറ്റു സ്ഥലത്തൊക്കെയുള്ള പ്രശ്നം എന്താ? അവിടെയൊന്നും ഇങ്ങനെ ഒരു സംഘടനാ സംവിധാനം ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കുറേയേറെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം. എന്നാലും ചിലപ്പോൾ ഏതെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ അതും പരിശോധിക്കാൻ. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, 4-5 തീയതികൾ ഇപ്പോൾ നേരത്തെ സേനാപതി തന്നെ പറഞ്ഞില്ലേ, വീണ്ടും അവസരം തന്നു. എല്ലാം കഴിഞ്ഞ് ഫൈനൽ ലിസ്റ്റ് വന്നതിന് ശേഷവും അവസരം തന്നു. അതും പരിശോധിച്ചില്ല എന്നുള്ളതല്ലേ ഇതിൻ്റെയൊക്കെ ഒരു ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, ഇതൊരു മേയർ സ്ഥാനാർത്ഥി ആയതുകൊണ്ടും VM ബിനു ആയതുകൊണ്ടുമാണല്ലോ ചർച്ചയ്ക്ക് കാര്യങ്ങൾ എത്തുന്നത് ഈ വിധത്തിൽ. ഇതൊരു സാധാരണ പൗരന്റെ ആണെങ്കിലോ ഇനി നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പോ നമ്മളടക്കം ആരുടെയൊക്കെ പേരുകൾ ഈ രീതിയിൽ വെട്ടിമാറ്റപ്പെട്ടു എന്ന് ആർക്കൊക്കെ അറിയാൻ പറ്റും? ഇതൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ആയതുകൊണ്ട്, മേയർ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഈ രീതിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. വോട്ടർ ലിസ്റ്റ് വരുമ്പോൾ ലക്ഷ്മി ഞങ്ങൾ ഇന്ന് കലക്ടറെ, ഞങ്ങളും അദ്ദേഹവുമായി ഒരു സംസാരത്തിൽ ഞാനും പോയിരുന്നു. ഈ 2020 ഇദ്ദേഹം വോട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്കും തോന്നി 2020 വോട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴും വോട്ടുണ്ടാവണമല്ലോ. ഞങ്ങൾ അതെടുത്ത് പരിശോധിച്ചു. 2020 ഇദ്ദേഹത്തിന് വോട്ടുണ്ടെങ്കിൽ ഞങ്ങളും അദ്ദേഹം മത്സരിച്ചോട്ടെ എന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വോട്ടുണ്ടാവണമെന്ന ആഗ്രഹം തന്നെ. അദ്ദേഹത്തിന് തന്നെ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവണം, എല്ലാവരുടെയും ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന് ആഗ്രഹിച്ച് അതിന് പോരാട്ടം നടത്തുന്നവരാണ് ഞങ്ങൾ. പക്ഷേ നിയമവിരുദ്ധമായി ഒരാൾ അപേക്ഷ കൊടുക്കാതെ, ഒരാൾ വോട്ട് ചേർക്കാതെ, താല്പര്യമില്ലാതെ മാറി നിൽക്കുന്ന ഏതെങ്കിലും ഒരാളെ ഞങ്ങൾ മുൻകൂട്ടി കണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്തമായി മാറണോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ആ ഉത്തരവാദിത്തമെങ്കിലും കോൺഗ്രസ് ഏറ്റെടുക്കണ്ടേ? ഇവരുടെ തോണി മറഞ്ഞു, ആകെ വെള്ളത്തിലായി. അങ്ങനെ ആകെ ഈ വെള്ളത്തിലേക്ക് പോയി ഈ വള്ളം മറിഞ്ഞ് വെള്ളത്തിലായവർ ആ വള്ളത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഇതാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതേ ഞാൻ ചോദിച്ചുള്ളൂ. VM ബിനുവിന് വോട്ടില്ലാത്തതിൽ നമുക്കൊക്കെ പ്രയാസമുണ്ട്. പക്ഷേ ഈ VM ബിനുവിന് വോട്ടില്ലാതെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇങ്ങനെ കുപ്പായ അടിയിച്ച് മേയറാണ് എന്നൊക്കെ പറഞ്ഞ് പൊക്കി നടന്ന് VM ബിനുവിനെ അപമാനിക്കാൻ ശ്രമിച്ച ഈ കോൺഗ്രസിനെതിരെ VM ബിനുവും കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ വിശ്വാസികളൊക്കെ ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. അതാ വേണ്ടത്. ഇതൊക്കെ ഒന്ന് പരിശോധിക്കണ്ടേ? ഈ ജനാധിപത്യ സംവിധാനത്തിൽ എത്ര അവസരം. സേനാപതി വേണു, ഇതാണ് അവിടെ നിങ്ങൾ ഞാൻ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ, ശരി വസീഫത്ത, ഞാൻ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു, മറ്റൊന്നും തന്നെ പരിശോധിച്ചില്ല. അദ്ദേഹം വോട്ട് ചെയ്തതാണല്ലോ, അതുകൊണ്ട് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് വിശ്വസിച്ചു. ഒരു പക്ഷേ അദ്ദേഹത്തിന് അത് മാറിപ്പോയതായിരിക്കാം, ഓർമ്മപ്പിശകായിരിക്കാം, ഏതായാലും സംഭവിച്ചു പോയി. ഇതിനകത്ത് ഒരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോൾ ബോധ്യമാകുന്നുണ്ടല്ലേ? അല്ല, വസീഫ് ഇവിടെ വളരെ പരിഹാസ രൂപേണ ഇതൊക്കെ പറയുന്നു. വസീഫെ, ഈ പരിഹാസമാണ് ബീഹാറിൽ നരേന്ദ്രമോദിയും അമിത്ഷായും നമ്മളോട് പറയുന്നത്. 62 ലക്ഷം ആളുകളുടെ വോട്ട് കാണുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഇതേ പരിഹാസമാണ് അവരും പറയുന്നത്. ഈ പരിഹാസം നടത്തുന്ന വസീഫിനോട് ഞാൻ ചോദിക്കുന്നത്, VM ബിനു എന്ന് പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞ ആദ്യത്തെ വോട്ടർ അല്ലല്ലോ. അദ്ദേഹം ഏതായാലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം താമസിക്കുന്ന വാർഡിൽ നിന്ന് അദ്ദേഹം മാറിപ്പോയതായിട്ട് അദ്ദേഹത്തിനോ നിങ്ങൾക്കോ പരാതിയില്ല. അപ്പൊ എന്തുകൊണ്ട് ഇനിയിപ്പോ 2020 അദ്ദേഹം വോട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കാം,
2015 അദ്ദേഹത്തിന്റെ പേര് കാണുമല്ലോ, അല്ലെ 2010 കാണുമല്ലോ, ഇല്ല 2005 കാണുമല്ലോ. ആ പേരെങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് അദ്ദേഹം സ്ഥിരമായി സ്ഥലം മാറാതെയോ അല്ലെങ്കിൽ മരിച്ചു പോകാതെയോ എങ്ങനെ ആ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. ആ വെട്ടിമാറ്റലിന് ചില ദുരുദ്ദേശങ്ങളുണ്ട്. ഇനി ഇവിടെ വൈഷ്ണവയുടെ കാര്യത്തിൽ നിങ്ങൾ VM വിനുവിന്റെ കാര്യത്തിൽ പറഞ്ഞു, വൈഷ്ണവ് അവിടുന്ന് സ്ഥലം മാറിപ്പോയിട്ടില്ല, അവരവിടുത്തെ സ്ഥിരതാമസക്കാരിയാണ്. അപ്പോ എന്തിനാണ് അവരുടെ പേര്? അത് അവര് അവിടെ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അല്ല, അവരവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞോട്ടെ വസീല, ഞാൻ വഴങ്ങിക്കൊള്ളാം, ഞാനത് അങ്ങനെ ആർഗ്യുമെന്റല്ല. ഞാൻ പറഞ്ഞത് വൈഷ്ണവ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന് UDF ശബരിനാഥന്റെ പേരിന് ശേഷം രണ്ടാമത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച പേര് വൈഷ്ണവയുടെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ ഒരാളെ ജനാധിപത്യ പ്രക്രിയയിലൂടെ തോപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോ എന്താ, കള്ള പരാതി കൊടുക്കുക, ആ പരാതിയിൽ ഒരു തെളിവെടുപ്പ് നടത്തുന്നില്ലല്ലോ. ഒരു തെളിവെടുപ്പ് നടത്താതെ ഈ ഉദ്യോഗസ്ഥന്മാര് വോട്ടർ പട്ടികയിൽ നിന്ന് ആ വോട്ട് വെട്ടിമാറ്റിയിരിക്കുന്നു. ഇപ്പൊ ഇന്ന് അന്തിമ വോട്ടർ പട്ടിക വന്നിരിക്കുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരുപാട് ആളുകളെ, അർഹരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിമാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം VM വിനു മേയർ സ്ഥാനാർത്ഥിയായി വന്നു, അതല്ല എങ്കിൽ വൈഷ്ണവ് കൗൺസിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. ഇതൊന്നും ഇല്ലാത്ത UDFന് വോട്ട് ചെയ്യുന്ന നിരവധി ആളുകളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നു. അത് പുറത്തു വരാതിരിക്കാനാണ് അന്തിമ വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണം നടത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വോട്ടർ പട്ടിക കിട്ടാത്തത്. ഇപ്പൊ ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇനി നോമിനേഷൻ ഉള്ള സമയമായി. ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം പേരില്ലാത്തവർക്ക് ഇനി ഒരു അപ്പീലിന് പോലും ഒരു സമയമില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രക്രിയ അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തിയിരിക്കുന്നു. നോമിനേഷൻ സമർപ്പിക്കാനുള്ള ദിവസം 21-ാം തീയതിയോടുകൂടി അത് അവസാനിക്കുകയാണ്. അപ്പൊ ഇനി ഈ ആളുകൾക്കൊന്നും ഇതിനുള്ള ഒരു അവസരവും ഇല്ല എന്ന് ഇത് ഞങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചതുകൊണ്ടാണ്. സപ്ലിമെന്ററി വോട്ടർ പട്ടിക എന്ന് പറയുന്ന അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? ഈ മാസം 15-ന് പ്രസിദ്ധീകരിക്കേണ്ട പട്ടിക അത് ഇന്ന് രാവിലെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, അതിപ്പോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? എന്താ പറഞ്ഞേ, ലക്ഷ്മി പത്മ, ഇത് വന്നിട്ടില്ലെന്നേ. അതല്ല, ഞങ്ങളിത് ഞാൻ ഇന്നും കൂടെ പഞ്ചായത്തിൽ പോയിട്ട്, അപ്പൊ ഇന്ന് വന്നിട്ടുണ്ട്, പട്ടിക ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, വന്നിട്ടുണ്ട് എന്ന് സെക്രട്ടറി പറയുന്നു എന്നുള്ളതല്ലാതെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനം തിരുവനന്തപുരത്തുള്ള അല്ലാതെ ഒരു പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷൻ ചെല്ലുമ്പോൾ ഇത് കയ്യിലേക്ക് കിട്ടുന്നില്ലെന്നേ. കയ്യിൽ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങള് ഈ കണ്ണിൽ എണ്ണയൊഴിച്ച് ഞങ്ങൾ ഇത് കാത്തിരിക്കുകയാണ്. ആരുടെയാണ് സപ്ലിമെന്ററി ലിസ്റ്റ്, ആരുടെയാണ് വെട്ടിമാറ്റിയിരിക്കുന്നത്. ഈ 4-ാം തീയതിയും 5-ാം തീയതിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും വെട്ടിമാറ്റാനും അവസരം കൊടുത്തത് അത് വളരെ എന്താ പറഞ്ഞ കൃത്രിമമായിട്ട് ഇടതുപക്ഷം അത് വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനി പുറത്തു വരണമെങ്കിൽ ഈ സപ്ലിമെന്ററി ലിസ്റ്റ് വരണം. സപ്ലിമെന്ററി ലിസ്റ്റ് വരുമ്പോഴത്തേക്കും നോമിനേഷന്റെ സമയം കഴിയും. ലിസ്റ്റിൽ പേരില്ലാത്തവന് ഒരു അപ്പീൽ പോലും കൊടുക്കാൻ കഴിയുന്ന ഒരു സമയം ഇനി അവശേഷിക്കുന്നില്ല. ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കാനായിട്ട് വസീഫ് ഒരു കാര്യം പറഞ്ഞു. വസീഫെ, കേരളത്തിൽ കള്ളവോട്ട് ചെയ്തതിന്റെ പേരിൽ ഒരു MLAക്ക് കള്ളവോട്ടിലൂടെ ജയിച്ചതിന്റെ പേരിൽ ഒരു MLAക്ക് സ്ഥാനം നഷ്ടപ്പെട്ടത് എടക്കാടിൽ നിന്ന് മത്സരിച്ച നിങ്ങളുടെ അന്തരിച്ച CPM-ന്റെ നേതാവായിരുന്നു K സുധാകരനെതിരെ മത്സരിച്ച O ഭരതൻ കള്ളവോട്ട് ചെയ്തുകൊണ്ട് 1350-ലധികം കള്ളവോട്ട്, ഇരട്ടി വോട്ട് ചെയ്ത് എന്ന് ഹൈക്കോടതി കണ്ടെത്തി നിയമസഭാ സാമാജികത്വം റദ്ദ് ചെയ്ത ഒരൊറ്റ കേസ് ഈ കേരളത്തിലുള്ളത് അത് നിങ്ങളാണ്. നിങ്ങൾ ഈ കാര്യം വളരെ ഫലപ്രദമായിട്ട് നിങ്ങൾ ചെയ്യുന്നവരാണ്. കള്ളവോട്ട് ചേർക്കുക, ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്, ഇരട്ടി വോട്ട് ചേർക്കുക, ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, ഇതൊക്കെ നിങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന ആളുകൾ. എന്നിട്ട് ഇതൊക്കെ കണ്ടുപിടിക്കപ്പെടുമ്പോൾ നിങ്ങൾ പരിഹസിക്കുകയാണ്. VM വിനു എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് അന്വേഷിച്ചില്ല? ഞാൻ ചോദിക്കുന്നത്, VM വിനുവും വിട്, വൈഷ്ണവും വിട്. ഞാൻ ലക്ഷ്മി പത്മയോട് ഞാൻ ചോദിക്കുന്നു, അങ്ങ് വോട്ടറാണല്ലോ, അങ്ങ് പരിശോധിച്ചിട്ടുണ്ടോ വോട്ടർ പട്ടികയിൽ അങ്ങയുടെ പേരുണ്ടോ എന്ന്? ഞാൻ കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ്. ഇല്ലെങ്കിൽ ആ ആങ്കർ റൂമിലിരിക്കുന്ന മറ്റ് വോട്ടർമാർ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ തന്റെ പേര് പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് നമ്മൾ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ആരും പരിശോധിക്കില്ല. എപ്പോഴാണ് പരിശോധിക്കുന്നത്? ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ. രാഷ്ട്രീയ പാർട്ടിയെ വിടുന്നേ, ഈ നാട്ടിലെ സാധാരണക്കാരനോ അവനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യ അവകാശമൊക്കെ ഉണ്ടല്ലോ. അവന്റെ പേര് വോട്ടർ പട്ടികയിൽ വേണ്ടേ? എന്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാളുടെ പേര് വെട്ടിമാറ്റപ്പെടുന്നു? ആ വെട്ടിമാറ്റപ്പെടുന്നത് മനഃപൂർവ്വമായി അവൻ എതിർ പാർട്ടിയുടെ ആളാണ്, എതിർ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവനാണ്, അല്ലെങ്കിൽ നമുക്ക് ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവനെ വെട്ടിമാറ്റുന്നതിനുള്ള കൃത്രിമമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. അത് ജനാധിപത്യത്തിന് അപകടമാണ്. ആ വോട്ട് ചോരി അത് ബീഹാറിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ
നരേന്ദ്രമോദി ഞങ്ങളെ പരിഹസിക്കുന്നു, ഇവിടെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വസീഫ് ഉമാർ ഞങ്ങളെ പരിഹസിക്കുന്നു എന്നത് വസീഫ്, മാത്രമേ ഇതിൽ ഈ വ്യത്യാസമുള്ളൂ. പരിഹാസത്തെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പരിഹാസത്തോടാണ് ഉപമിക്കുന്നത്. ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഴ്ചകളെ കുറിച്ച്, അതല്ലെങ്കിൽ അവരുടെ കൃത്യമായ മേൽനോട്ട കുറവിനെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ പോലും CPM ചർച്ച ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു, ഇടതുപക്ഷം ചർച്ച ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. കോൺഗ്രസ് പരിശോധിച്ചില്ല എന്ന് മാത്രമാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാരല്ലെങ്കിലും വോട്ടർ പട്ടികയിൽ പേരുണ്ടാവണമല്ലോ. ലക്ഷ്മി, ഈ വോട്ടർ പട്ടികയിൽ എങ്ങനെയാ പേര് വരിക? നമ്മുടെ രേഖ ആരാ കൊടുക്കേണ്ടത്? എന്താ ഇവർ ഈ പറയുന്നത്? ആ വ്യക്തികൾ ചെയ്യേണ്ട പണി ചെയ്യാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ അവർ മടി കാണിച്ച് മാറി നിൽക്കുന്ന സമയത്തോ രാഷ്ട്രീയ പാർട്ടികളോ നമ്മളോ ഒക്കെ പോയിട്ട് അതൊക്കെ ഇടപെടാറുണ്ട്. ഇത് പഞ്ചായത്തിൽ ഇദ്ദേഹത്തിന് വേറെ എവിടെയെങ്കിലും വോട്ടുണ്ടോ എന്ന് ഇവർക്കറിയോ? നമ്മളൊരു വസ്തുതാപരമായിട്ടല്ലേ കാര്യങ്ങളെ പറയേണ്ടത്. ഇപ്പോൾ ഈ പറയുന്ന തിരുവനന്തപുരത്തെ കുട്ടി ആദ്യം കൊടുത്ത അഡ്രസ്സിലല്ല വോട്ടുള്ളത് എന്ന് പറയുന്നു. അവരവിടെ സ്ഥിരതാമസം ഇല്ലെന്നേ. അവർ അപ്പുറത്ത് എവിടെയോ കോർപ്പറേഷൻ്റെ മറ്റേതൊരു വാർഡിലാണ് അവരുടെ താമസം. അവിടെ താമസിക്കുന്ന ആൾ എന്തോ ഒരു താല്പര്യപ്രകാരം ഇവിടെ വന്ന് വോട്ട് ചേർത്തു. അത് കൊടുത്ത അഡ്രസ്സ് തെറ്റ്, വ്യാജമാണ്, അതൊരു ക്രിമിനൽ കുറ്റമാണ് എന്ന് പറഞ്ഞാൽ പരാതി കൊടുക്കുന്നത്. ആ പരാതിയാ പരിശോധിച്ചത്. കോടതി പോലും ആ അർത്ഥത്തിലല്ലോ കണ്ടിരിക്കുന്നത്. അതൊരു സാങ്കേതികത്വമാണ്. പാർട്ടി താല്പര്യങ്ങൾ മുൻനിർത്തി ഇത്തരത്തിൽ ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കരുത്, അതിനു വേണ്ടുന്ന നടപടിയെടുക്കണം എന്ന് പറഞ്ഞത് സംസ്ഥാന ഹൈക്കോടതിയാണ്. അല്ല, ഹൈക്കോടതി പറഞ്ഞതായിരിക്കാം. അതിൽ ഈ വൈഷ്ണവിയുടെയും ബിനുവിൻ്റെയും രണ്ട് കേസാണ്. സ്വാഭാവികമായിട്ടും ഈ വോട്ട് ചേർക്കുന്ന സമയവും വോട്ട് തള്ളുന്ന സമയവും ഒക്കെ കൊടുക്കുന്നത് എന്തിനാ? അതിന് അപേക്ഷ കൊടുക്കുന്നത് എന്തിനാ? ഈ പരാതി കുറ്റമറ്റതാക്കാനല്ലേ? അങ്ങനെ പരാതി കൊടുക്കാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ BJPക്കാർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്ന പണിയല്ലേ ഇപ്പോൾ ആര് ചെയ്യുന്നത്? ഈ കോൺഗ്രസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അപേക്ഷ കൊടുക്കാൻ പറ്റില്ലേ? സുരേഷ് ഗോപിയുടെ വിഷയം തൃശ്ശൂരിൽ നമ്മൾ എന്താ ചർച്ച ചെയ്തത്? ഒരു വ്യാജ അഡ്രസ്സിൽ വ്യാപകമായി വോട്ട് ചേർത്തു എന്നുള്ളത് നമ്മൾ പരിശോധിച്ചില്ലേ? ഇവിടെ നമ്മൾ ദിവസങ്ങളോളം ചർച്ച ചെയ്തല്ലേ അത്? അതിൻ്റെ അർത്ഥം എന്താ? കൃത്രിമമായി ആരെങ്കിലും വോട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ ആ വോട്ട് തള്ളണമെന്നേ. ആർക്കെങ്കിലും ഇരട്ട വോട്ടുണ്ടെങ്കിൽ ആ വോട്ട് തള്ളണമെന്നേ. അപ്പോൾ ഈ വാർഡിൽ താമസമില്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ, വൈഷ്ണവിയുടെ മുട്ടട വാർഡിൽ, അവിടെ വളരെ കൃത്യമായി ഞങ്ങൾക്ക് നല്ല സംഘടനാ സ്വാധീനമുള്ള, ഞങ്ങൾ എന്ത് തന്നെയാലും ജയിക്കുന്ന, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ച പ്രദേശം, ഞങ്ങൾക്കാണെങ്കിൽ കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ പറ്റും. ഞങ്ങളുടെ കഴിഞ്ഞ കൗൺസിലർ DYFI നേതാവ് അംശു വാമദേവനാണ് അവിടെ മത്സരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ അവിടെ കഴിഞ്ഞ ദിവസം പോയതാ. വളരെ വലിയ ഭൂരിപക്ഷത്തിന് ആ വാർഡിൽ ജയിക്കും. പക്ഷെ ഇവർ വെറുതെ വാർത്തയിൽ ഇടം പിടിക്കുക. നമ്മൾ നേരത്തെയൊക്കെ ഈ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞല്ലോ, കോൺഗ്രസ്സുകാർ തന്നെ ഈ ചാനൽ റൂമുകളിലും ഇതുപോലെ തന്നെ റീൽസുകളിലും ഒക്കെ വന്ന് അങ്ങ് അഭിരമിച്ച് പോവുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഗ്രൗണ്ടിൽ ഒരു വർക്കും ചെയ്യുന്നില്ല, ഒരു സംഘടനാ പണിയും എടുക്കുന്നില്ല. അതെടുക്കുന്ന ഞങ്ങളെ എന്തിനാ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? ഞങ്ങൾ ഈ നാട്ടിൽ അവരുടെ കുടുംബ വീടിന്റെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. വൈഷ്ണ കൊടുത്തിരിക്കുന്നത് മുട്ടടയിലെ അവരുടെ കുടുംബ വീടിന്റെ അഡ്രസ്സാണ്. അതിനകത്തൊരു നമ്പർ വ്യത്യാസം വന്നതല്ലേ? അവരുടെ അഡ്രസ് തെറ്റല്ലേ? അവരുടെ രേഖകൾ സഹിതം കൊണ്ടുപോയി കാണിച്ച് അവരുടെ സത്യവാങ്മൂലം സമർപ്പിച്ചതല്ലേ? ഞങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചു. അവര് രേഖ ഹാജരാക്കിക്കോട്ടെ. അല്ല ലക്ഷ്മി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഹാജരാക്കിയ രേഖ ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഞങ്ങൾ പരിശോധിച്ചു, കൃത്യമായി പരിശോധിച്ചു, അപേക്ഷ കൊടുത്തു. അത് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ചു, അത് തള്ളി. കോടതിയിൽ പോയി. കോടതി എന്താ പറഞ്ഞത്? ഇലക്ഷൻ കമ്മീഷനോട് പരിശോധിക്കാനാ. കോടതി ഒരു പൊതു നിർദ്ദേശമാണ് കൊടുത്തത്. അത് ഈ പറയുന്ന ഒരു അന്തരീക്ഷത്തിൽ സ്വാഭാവികമായിട്ട് കോടതിക്ക് അതേ പറയാൻ പറ്റൂ. അത് പരിശോധിച്ച് അവർക്ക് വോട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം എന്നാ പറഞ്ഞത്. അത് കരുതി അവർ താമസമില്ലാത്ത, ഇപ്പൊ എൻ്റെ വീട്ടിൽ വേറൊരാളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കാൻ പറ്റുമോ? അതല്ലേ ഇപ്പൊ അവിടെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതാ ഇവിടുത്തെ പരാതി. മറ്റൊരു വീട്ടിൽ ഇവർക്ക് വോട്ടുണ്ട് എന്ന് പറഞ്ഞ് വോട്ട് ചേർത്താൽ എങ്ങനെ ഉണ്ടാവും? അത് അംഗീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇവർ കൃത്രിമമായ രേഖകൾ ഉണ്ടാക്കി, വ്യാജ കാർഡുകൾ ഉണ്ടാക്കി വോട്ട് ചേർക്കാൻ ശ്രമിച്ചാൽ അതിന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് യൂത്ത് ഒരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടല്ലോ, മുട്ടട വാർഡിലെ അവരുടെ കുടുംബ വീടിന്റെ മേൽവിലാസമാണ്. അത് അവരുടെ വോട്ടർ കാർഡ് ID കാർഡിലടക്കം ആ മേൽവിലാസമാണ് വസീഫ്. അത് തെറ്റല്ലേ അവർ കൊടുത്തത്?
അല്ല, അവരുടെ ID കാർഡിൽ ആ വീട്ടിൽ താമസമില്ല എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ നിലവിൽ താമസിക്കുന്ന ആൾ അപേക്ഷ കൊടുത്തില്ലേ? പറഞ്ഞില്ലേ അവർ? അവരുടെ വീഡിയോ അല്ലേ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നത്? പിന്നെ ഇവരുടെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ നന്നായി ശ്രദ്ധിക്കണം നമ്മൾ. കാരണം എന്താ, കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്. ഇപ്പോ ഇവര് ഈ വോട്ടർ പട്ടികയിലെ അപേക്ഷയിലാണ് മറ്റൊരു നമ്പർ ഉള്ളത്. താങ്കൾ പറഞ്ഞ ഈ മറ്റൊരു നമ്പർ അതാണ്. വ്യാപകമായി ID വോട്ടർ പട്ടികയിലുള്ള നമ്പറാണ് TC18/564. പക്ഷെ അവർ താമസിക്കുന്നത് TC18/236 എന്ന് പറയുന്ന നമ്പറിൽ. അപ്പൊ അതിനകത്ത് ഒരു പിഴവ് പറ്റി എന്ന് പറയുന്ന വസ്തുത. അങ്ങനെ പിഴവ് പറ്റി എന്ന് പറഞ്ഞ് അവർ വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ അർഹതയില്ലാത്ത ആളാണ്, ഇന്ത്യൻ പൗരയല്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, അതിനെ അപ്പോ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയല്ലേ വസീഫ്? അവിടെ രാഷ്ട്രീയമായി അതിനെ ആരാ ഉപയോഗിച്ചത്? എന്താണെന്നറിയോ? അവിടെ ആരാ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചത്? തെറ്റായ രേഖകൾ കൊടുത്ത് വ്യാജ രേഖകൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ID കാർഡ് ഉണ്ടാക്കാനും വോട്ട് ചെയ്യാനും ആളുകളെ കൊണ്ടുവരുന്ന സമയത്ത് അത് കണ്ടുപിടിച്ച് അപേക്ഷ കൊടുക്കുന്നത് തെറ്റാണോ? അത് തെറ്റല്ല. ഇതിനെ ഒരു വ്യാജരേഖാ നിർമ്മാണം എന്ന് എങ്ങനെ? അവിടെയാണ് അത് ആ സ്ഥാനാർത്ഥിയെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? അതൊരു ചെറുപ്പക്കാരിയായ ഒരു സ്ഥാനാർത്ഥിയുടെ മുറയിൽ നശിപ്പിക്കുന്നതിന് വേണ്ടിയല്ലേ ആ പറയുന്നത്? ആ രേഖ പരിശോധിച്ച് അല്ല, ഞാൻ ചോദിക്കട്ടെ, CPM അല്ലല്ലോ പരിശോധിച്ചത്, ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരല്ലേ പരിശോധിച്ചത്? ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ പരിശോധിച്ച് വോട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ ഇതിനേക്കാൾ വേറെ കുറെ സ്ഥാനാർത്ഥികളില്ലേ? എല്ലാ കാര്യങ്ങളിലും ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നതെല്ലാം കുറ്റമറ്റതാണെന്ന് പറയാൻ കഴിയുമോ വസീഫ്? CPM അങ്ങനെ കരുതുന്നുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെയും ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു പിഴവും, രാജ്യത്ത് തന്നെ ഒരു പിഴവും സംഭവിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? അവർക്കും പിഴവ് പറ്റില്ലേ? അല്ല, ഞങ്ങൾ അതിലൊന്നും അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ലെന്നേ. അതിലൊന്നും ഞങ്ങൾ ഈ ഇലക്ഷൻ കമ്മീഷന്റെ മൊത്തം ചാമ്പ്യന്മാരായിട്ടൊന്നും വരുന്നില്ല. ഞങ്ങൾ എന്തിനാ അവരെ സംരക്ഷിക്കേണ്ട ആവശ്യം? ഇലക്ഷൻ കുറ്റമറ്റ രീതിയിൽ നടത്തേണ്ടത് ഈ ഇലക്ഷൻ കമ്മീഷനാ, അവരുടെ ഉത്തരവാദിത്തം, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ നിയമപരമായ സാധ്യതയുണ്ട്. അത് പരാതി കൊടുക്കാനുണ്ട്, വോട്ട് ചേർക്കാനുണ്ട്, ആക്ഷേപം ഉന്നയിക്കാനുണ്ട്, അതൊക്കെയുണ്ട്. അതൊക്കെ ഞങ്ങൾ ഉപയോഗിക്കും. ഞങ്ങളുടെ ഈ ജനാധിപത്യ സംവിധാനത്തിലുള്ള അവകാശങ്ങളെയെല്ലാം ഞങ്ങൾ ഉപയോഗിക്കും. അത് ചലഞ്ച് ചെയ്യാനുള്ളവർക്ക് ചലഞ്ച് ചെയ്യാം. അതിൽ നിയമപരമായ പോരാട്ടം നടത്തുന്നവർക്ക് അങ്ങനെ നടത്താം. അതാണ് തിരുവനന്തപുരത്ത് നടത്തുന്നത്. എന്നാൽ ഇവിടെ ഞങ്ങൾ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? ഇപ്പം മെഡിക്കൽ കോളേജ് സൗത്തിലെ സ്ഥാനാർത്ഥി ഇവർ പ്രഖ്യാപിച്ച് ബോർഡൊക്കെ വെച്ചു, അവർക്കും വോട്ടില്ല എന്ന് പറഞ്ഞു. അതും ഇപ്പം ഞങ്ങളെ ഞങ്ങളാണോ? നിങ്ങൾ പറ. ഈ കോൺഗ്രസ് ഒരു പണിയെടുക്കാതെ ഇങ്ങനെ നടക്കുന്ന കോൺഗ്രസ്, ഇത് മാത്രമല്ല ഇവരുടെ പ്രശ്നം. നിങ്ങൾക്കറിയില്ല, ഇപ്പം ഞങ്ങൾ വേറൊരു ആരോപണമല്ല, ഞങ്ങൾ വേറൊരു ആക്ഷേപം മാധ്യമങ്ങൾക്കെതിരെ ഉൾപ്പെടെ പറയാം. ഇതേ കോൺഗ്രസ് ഇതുപോലെ വലിയ വർത്താനം പറഞ്ഞിരുന്നു, ഞങ്ങൾ 100 വീടുണ്ടാക്കി കൊടുക്കും. എവിടെ? വയനാട്ടിൽ. യൂത്ത് കോൺഗ്രസ് പറഞ്ഞു 30 വീടുണ്ടാക്കി കൊടുക്കും. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കഴിഞ്ഞ ദിവസം പത്രക്കാരോട് പറയാ, ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞതൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, ഞങ്ങൾ പൈസ കൊടുത്തില്ല. ഇവരുടെ സ്വഭാവം ഇതാ, എന്തും നുണ പറയാ. ഇതിനകത്ത് അജിത കമ്മനക്കണ്ടി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, അതാണ് VM വിനു മാത്രമല്ല, ഇതിനകത്ത് വൈഷ്ണവിയുടെ കാര്യത്തിൽ മാത്രമല്ല ഈ പിശക് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ പാലിക്കേണ്ട ഒരു ജാഗ്രത, അതല്ലെങ്കിൽ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ കോൺഗ്രസ് അവിടെ ചെയ്യാതിരിക്കുന്നു. അത് കോൺഗ്രസിന്റെ സംഘടനാപരമായ പ്രശ്നമായി, പോരായ്മയായി തന്നെ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ശ്രീ സേനാപതി വേണു. അല്ല, കോൺഗ്രസിന്റെ സംഘടനാപരമായ പോരായ്മകൾ അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. എൻ്റെ വിനീതമായ ഒരു ചോദ്യം, VM വിനു ഇന്ത്യൻ പൗരനാണോ? അയാൾക്ക് ഇന്ത്യയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേരാനുള്ള അവകാശമുണ്ടോ? വൈഷ്ണ ഇന്ത്യൻ പൗരമാണോ? ഇന്ത്യൻ പൗരത്വമുള്ള ആളാണോ? അവര് വ്യാജരേഖ എന്നാണ് വസീഫെ, നമ്മൾ ഈ കോളേജ് ഇലക്ഷനിൽ UECയുടെ കാർഡ് വെച്ച് അങ്ങനത്തെ പ്രധാനം നമ്മൾ പറയില്ലേ, അവര് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്ത ഇലക്ട്രൽ ഐഡന്റിറ്റി കാർഡ് അവർ കൊണ്ട് കാണിച്ചു തെളിവിന്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്ത ആധാർ കാർഡ് അവർ കൊണ്ട് കാണിച്ചു. അവർ പറഞ്ഞ അവരുടെ തറവാട് വീടിന്റെ അഡ്രസ്സിൽ അവർക്ക് വേറെ എവിടെയെങ്കിലും വോട്ടുള്ളതായിട്ട് CPM പരാതിയില്ലല്ലോ. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞതിനെ കുറിച്ച് വസീഫ് പരിഹാസത്തോടെ പറഞ്ഞു. ഹൈക്കോടതി എന്താ പറഞ്ഞത്?
ഹൈക്കോടതി അവരുടെ പെറ്റീഷനിൽ കണ്ടു ഇത് രാഷ്ട്രീയ കാരണങ്ങളാണ്. 22 വോട്ട് സ്വന്തം വീട്ടിൽ ചേർത്തിരിക്കുന്ന ഒരാളാണ് പരാതി കൊടുത്തിരുന്നത്, വൈഷ്ണവയുടെ വീട്ടു നമ്പർ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ്. ശരി, വീട്ടു നമ്പർ തെറ്റിപ്പോയി എങ്കിൽ ഈ രേഖകളുമായി ഈ ആള് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥനായിട്ട് പ്രവർത്തിക്കണം. അത് മാർക്സിസ്റ്റ് പാർട്ടി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ആ പരാതി അപ്പോഴേ സ്വീകരിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് തള്ളി മാറ്റും എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ജനാധിപത്യ പ്രക്രിയയാണ് ഇവിടെ പറയുന്നത്? രാഷ്ട്രീയ പാർട്ടി ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ സേനാപതി വേണു, അതിനകത്ത് CPM-ന്റെ ഭാഗത്തു നിന്നും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും എപ്പോഴും ഒരു കൃത്യമായ പ്രവർത്തനം ഉണ്ടാകാറുണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം. ഇപ്പോൾ തന്നെ താങ്കൾ ഈ പറയുന്ന ആ വീട്ടിൽ 22 വോട്ടർമാർ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആരും കണ്ടില്ല എന്നുള്ളതാണ്, വൈഷ്ണവയ്ക്കെതിരെ പരാതി കൊടുക്കുന്നത് വരെ, അല്ലേ? അല്ല, ഞങ്ങൾ കണ്ടില്ല. പക്ഷെ ഞങ്ങൾ കണ്ടപ്പോൾ ഈ കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചല്ലോ. അപ്പൊ അത് കൃത്രിമത്വല്ലേ? ഇവര് തെരഞ്ഞെടുപ്പിൽ എല്ലാ കൃത്രിമ മാർഗങ്ങളും, അത് സയന്റിഫിക് പോൾ റിഗ്ഗിംഗ് ആണ്. പണ്ട് ബൂത്ത് പിടിച്ചെടുത്ത് വോട്ട് ചെയ്യുന്നതാണ് എങ്കിൽ ഇപ്പൊ കൃത്രിമമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ CPM-നെ അലോസരപ്പെടുത്തുന്ന എന്താ? കോൺഗ്രസ് പ്രവർത്തന രംഗത്ത് ഇത്രയും മുന്നേറ്റം ഉണ്ടാക്കി സ്ഥാനാർത്ഥികളെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് എത്രയോ മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. അപ്പോ ഇന്നയാള് സ്ഥാനാർത്ഥിയായി എന്ന് കണ്ടു, അപ്പൊ ആ സ്ഥാനാർത്ഥിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റാനുള്ള അപേക്ഷയുമായിട്ട് വരുന്നു. അത് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ, ഏതായാലും ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ ചെയ്തത് ശരിയാണെങ്കിൽ ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞിക്കണ്ണൻ സാറിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തുകയല്ലോ. ഇത് ഇന്ന് തന്നെ പരിഗണിച്ച് അവരെ വോട്ടർ പട്ടികയിൽ എൻറോൾ ചെയ്യണമെന്നുള്ള ഒരു ഡയറക്ഷൻ തന്നെയല്ല ഇവിടെ കൊടുത്തത്. കാരണം അവർ ഹാജരാക്കിയിരിക്കുന്ന രേഖകളെല്ലാം വളരെ കൃത്യമായ രേഖകളാണ്. ആ രേഖകളൊക്കെ ഹാജരാക്കിയിടത്താണ് ഈ രീതിയിലുള്ള കൃത്രിമങ്ങൾ നടത്തുന്നത്. ഇതാണ് വോട്ട് ചോരിയെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതാണല്ലോ മഹാദേവപുരയിൽ ഒരു വീട്ടിലെ ഒരു ഫ്ളാറ്റിലെ അഡ്രസ്സിൽ 70 പേരുടെ ഇല്ലെങ്കിൽ വേറൊരു അഡ്രസ്സിൽ വീട്ടുപേരിന്റെ സ്ഥാനത്ത് 0. ഇതൊക്കെ അവിടെ അവർ ചെയ്യുന്നു, ഇവരിതിവിടെ വേറൊരു രൂപത്തിൽ ചെയ്യുന്നു. അതിനുശേഷം ചോദിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർ വീട് വെച്ച് കൊടുത്തില്ല. DYFI എത്ര വീട് വെച്ച് കൊടുത്തു? DYFI വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ പിരിവ് നടത്തുന്നത്. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, നിങ്ങളും വീട് വെച്ചൊന്നും കൊടുത്തില്ല. അപ്പൊ അതൊന്നും അല്ല ഇപ്പോഴത്തെ നമ്മുടെ വിഷയം. ഒരു ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോ ഇതൊരു മഞ്ഞുമലയുടെ അറ്റമേ പുറത്തോട്ട് വന്നുള്ളൂ. VM ബിനു സ്ഥാനാർത്ഥി ആയതുകൊണ്ടും അതുപോലെ തന്നെ വൈഷ്ണവ് സ്ഥാനാർത്ഥി ആയതുകൊണ്ടും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഏതാ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് അജിത കമലക്കാട്ടോ അല്ലെ ബിന്ദു കമലക്കാട്ട്, ഇതൊക്കെ പുറത്തു വന്നിട്ടുള്ളൂ. ഈ വോട്ടർ പട്ടിക ഇന്നാണ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ വന്നിരിക്കുന്നു, അന്തിമ വോട്ടർ പട്ടിക. ഇത് വന്ന് നാളെയും മറ്റന്നാളുമായി ഇതിന്റെ പരിശോധന നടക്കുമ്പോൾ 4-5 തീയതികളിൽ നടന്നിരിക്കുന്ന വലിയൊരു അട്ടിമറിയുണ്ട്. ആ അട്ടിമറി എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ വോട്ട് ചോരി. ആ വോട്ട് ചോരി CPM-ന്റെ സംഘടനാ ബലത്തിന്റെ മറവിലൊന്നുമല്ല, അധികാരത്തിന്റെ ധാർഷ്ട്യവും അധികാരത്തിന്റെ ധിക്കാരവും ഉപയോഗിച്ചു മറുപടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ത്രിതല പഞ്ചായത്ത് പിടിച്ചെടുക്കാനുള്ള ഇവരുടെ ഹീനമായ ശ്രമം ജനം ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് എന്തോ ഭയമുണ്ട് എന്നാ? ആരെയാ ഭയക്കുന്നത്? കോൺഗ്രസിനെയോ? ഇരുന്നിടത്തുനിന്ന് എണീക്കാൻ ശേഷിയില്ലാത്ത പാർട്ടിയാ തിരുവനന്തപുരത്ത് കോൺഗ്രസ്. നേരത്തെ ഞങ്ങൾക്ക് ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ എന്താ സ്ഥിതി? 10 സീറ്റിൽ പോലും ജയിക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥയാക്കി തിരുവനന്തപുരത്തെ കോൺഗ്രസ്. ആ കോൺഗ്രസിന് ആരോ ഓക്സിജൻ കൊടുക്കുന്ന ഇവർ പറയുന്നത്? ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വന്നാൽ ഓക്സിജൻ കിട്ടുന്ന? ഞങ്ങൾ അതൊന്നും ഒട്ടും ഭയക്കുന്നതേ ഇല്ല കോൺഗ്രസിനെ. ഞങ്ങൾ അവിടെ എന്ത് തന്നെ ആയാലും വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത്രമേൽ വികസന പ്രവർത്തനവും അത്രമേൽ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്ന തിരുവനന്തപുരം ഞങ്ങളുള്ളത്. പിന്നെ നിങ്ങൾ പറയാ വീട് കൊടുത്തില്ല, നിങ്ങൾ ഗവൺമെന്റിന് കൊടുക്കുമെന്നല്ലോ പറഞ്ഞത്. മിസ്റ്റർ, നിങ്ങൾക്ക് തെറ്റി. വീട് ചർച്ചാ വിഷയമല്ല, ഇവിടെ ഇപ്പോൾ വോട്ടർ പട്ടികയിലെ പേരാണ് ചർച്ചാ വിഷയം. ഗവൺമെന്റുമായി ചേർന്ന് ഞങ്ങൾ വീട് നിർമ്മിക്കും എന്നുള്ളതാ. ഗവൺമെന്റ് സ്പോൺസർക്ക് 20 ലക്ഷം എന്ന് പറഞ്ഞപ്പോ 20 കോടി കൊടുക്കാൻ വസീഫ്, വളരെയധികം നന്ദി ചർച്ചയ്ക്ക് എത്തിയതിന്. ഒപ്പം സേനാപതി വേണു, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്.